ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ബ്ലാക്ക് മണി റിലേറ്റഡ് വീഡിയോസ് ഇടാറുണ്ട്. അതിന്റെ കമന്റ്സ് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരുപാട് പേർക്ക് ബ്ലാക്ക് മണിയുടെ മീനിങ്ങിനെ കുറിച്ച് നല്ല തെറ്റിദ്ധാരണ ഉണ്ട്. ഇന്ന് നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കാം. ബ്ലാക്ക് മണി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഇല്ലീഗൽ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണം, അത് ബ്ലാക്ക് മണിയാണ്. ഫോർ എക്സാമ്പിൾ ഡ്രഗ്സ്, സ്മഗ്ലിംഗ്, ബ്രൈബിംഗ് ഇതുപോലത്തെ പരിപാടിയിലൂടെ ഉണ്ടാക്കുന്ന പണം ബ്ലാക്ക് മണിയാണ്. കാരണം അത് നമുക്ക് എവിടെയും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതൊരു ടൈപ്പ് ബ്ലാക്ക് മണി ഉണ്ട്. അതായത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ലീഗൽ ബിസിനസ്സിലൂടെ കുറച്ച് ഇൻകം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. പക്ഷെ ആ ഇൻകം നിങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ ആ വരുമാനത്തിന് മുകളിൽ നിങ്ങൾ ടാക്സ് ഒന്നും അടച്ചില്ല. ഇത്തരം വരുമാനങ്ങളും ബ്ലാക്ക് മണി ആണ്. ഒരു ഇല്ലീഗൽ ബ്ലാക്ക് മണി ഡീലിന് മുകളിൽ വരുന്ന പെനാൽറ്റികളും ലീഗൽ കോൺസിക്വൻസസും ഒക്കെ ഇത്തരം മറച്ചു വെക്കപ്പെട്ട വരുമാനത്തിന് മുകളിലും വരും. സോ ഇല്ലീഗൽ വഴിയിലൂടെ ഉണ്ടാക്കിയ പണം മാത്രമല്ല ബ്ലാക്ക് മണി. ലീഗൽ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ അൺഡിസ്ക്ലോസ്ഡ് വരുമാനവും ബ്ലാക്ക് മണി തന്നെയാണ്. ഇതുപോലെ ഇന്ത്യയിൽ ബ്ലാക്ക് മണി ഉള്ള ആളുകൾ അതിന്റെ മുകളിൽ ടാക്സ് ഒന്നും അടയ്ക്കാതെ തന്നെ സർക്കുലേറ്റ് ചെയ്ത് ഗ്രീൻ ചാനലിലേക്ക് കയറ്റുന്നുണ്ട്. അത്തരം മെത്തേഡ്സിനെ പറ്റിയുള്ള അവയർനെസ് വീഡിയോസ് ആണ് നമ്മുടെ പേജിലൂടെ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുള്ളത്. ബ്ലാക്ക് മണിയുടെ മീനിങ് ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്